عن ابن عمر أن رجلا جاء إلى رسول الله صلى الله عليه وسلم فقال يا رسول الله أي الناس أحب إلى الله وأي الأعمال أحب إلى الله عز وجل فقال رسول الله صلى الله عليه وسلم أحب الناس إلى الله أنفعهم للناس وأحب الأعمال إلى الله سرور تدخله على مسلم أو تكشف عنه كربة أو تطرد عنه جوعا أو تقضي عنه دينا ولأن أمشي مع خلي في حاجة أحب إلي من أن أعتكف في هذا المسجد يعني مسجد المدينة شهرا ومن كف غضبه ستر الله عورته ومن كتم غيظه ولو شاء أن يمليه أملاه ملأ الله قلبه يوم القيامة رضا ومن مشى مع أخيه في حاجة حتى يثبتها أثبت الله قدميه يوم تزول الأقدام. المعجم الأوسط. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ ഉതകുന്ന ഏതാനും അമലുകളാണ് ഈ ഹദീസിലെ പ്രതിപാദ്യ വിഷയം. സാമൂഹ്യ ക്ഷേമ രംഗത്ത് മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കുന്നിടത്ത് അതേപോലെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില സ്വഭാവ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ഉദ്ധരിക്കുന്ന സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഇബ്നു ഉമറിനെ കുറിച്ച് ഉമർ ഖത്താബിൻ്റെ മകനാണ്. അബ്ദുള്ള എന്നാണ് പേര്. ഇബ്നു ഉമർ എന്ന് മാത്രം പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. മുത്തബിഉസ് സുന്ന എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നബിതങ്ങളെ അക്ഷരം പ്രതി പിന്തുടരാൻ ശ്രമിച്ച സ്വഹാബിയായിരുന്നു അദ്ദേഹം. അഥവാ പിന്തുടരാൻ മാതൃക ഇല്ലാത്ത കൽപ്പന ഇല്ലാത്ത വിഷയങ്ങളിൽ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനുഷികമായി ചെയ്ത കാര്യങ്ങളിൽ പോലും നബിയെ പിന്തുടരാൻ ശ്രമിച്ച ആളാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അത്തരം വിഷയങ്ങൾ നമുക്ക് അത് മാതൃകയാക്കാൻ കൽപ്പനയില്ല. ഇപ്പം നബിയുടെ വസ്ത്രം, നബിയുടെ വാഹനം, നബിയുടെ വീട്, നബിയുടെ ഭക്ഷണക്രമം, അതൊന്നും അതേപോലെ നമ്മോട് മാതൃകയാക്കാൻ കൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ നബി ഞങ്ങൾ ഗോതമ്പാണ് കഴിച്ചത്, അവിടെ നമുക്ക് ഗോതമ്പ് കഴിക്കാൻ സുന്നത്തുണ്ടോ ചോദിച്ചാൽ സുന്നത്തില്ല. അതേപോലെ നബി ഒട്ടകപ്പുറത്താണ് പോയത്, ഒട്ടകപ്പുറത്ത് പോകുന്ന സുന്നത്താണോ ചോദിച്ചാൽ അല്ല. ഈത്തപ്പന ഓല കൊണ്ടാണ് നബി ഞങ്ങൾ വീടുണ്ടാക്കിയത്, അപ്പം അങ്ങനെ വീടുണ്ടാക്കിയ സുന്നത്താണോ ചോദിച്ചാൽ അല്ല. നബിയുടെ പ്രവൃത്തിയല്ലേ ആണ്, പക്ഷേ അത് ദീനിൻ്റെ ഭാഗമായി ചെയ്ത പ്രവൃത്തികളല്ല, ഒരു മാനുഷികമായി ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ അതിൽ പ്രത്യേകമായി വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സുന്നത്തായി മാറുകയും ചെയ്യും. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ പോലും അഥവാ നമ്മോട് പിന്തുടരാൻ പ്രത്യേകമായി പ്രേരിപ്പിച്ചിട്ടില്ലാത്ത മാനുഷികമായി നബിതങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ പോലും നബിയെ പിന്തുടരാൻ ശ്രമിച്ച ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി നടക്കുമ്പോൾ നടക്കുക, നബി ഒരു സ്ഥലത്ത് ഇരുന്നാൽ പിന്നെ അതിലൂടെ പോകുമ്പോൾ അവിടെ ഇരിക്കുക, നബി സ്ഥലത്ത് നിന്ന് വല്ലതും സംസാരിച്ചപ്പോൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ചിരിക്കുക, നബിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമായി മാറുക. ഇങ്ങനെ നബിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആ സ്നേഹാധിക്യത്താൽ നബിയെ അക്ഷരം പ്രതി പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് മുത്തബിഉസ് സുന്ന എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. നബി തങ്ങളുടെ കൽപ്പനയ്ക്കെതിരായി ആരെന്തു പറഞ്ഞാലും വളരെ കണിശമായി ഗൗരവമായി അദ്ദേഹം അതിനെ പ്രതികരിക്കുമായിരുന്നു എന്നൊക്കെ കാണാം.